മഴ ചാറുമ്പോൾ. The arrival of rain clouds. ദൂരെ ദൂരെ കിഴക്കു നിന്നെത്തും. അത് എന്താ അതിന്റെ മീനിങ് എന്താ? അറൈവിങ് ഫ്രം ദ ഫാർ ഫാർ ഈസ്റ്റ്. ദൂരെ കിഴക്ക് ഭാഗത്ത് നിന്ന് വരുന്ന റെയിൻ. ദൂരെയുള്ള കിഴക്ക് ഭാഗത്ത് നിന്ന് വരുന്ന റെയിൻ. വാരിതങ്ങൾ ചിതറി നീങ്ങുന്നു. വാരിതങ്ങൾ എന്ന് പറഞ്ഞാൽ മഴമേഘങ്ങളാണ് പറയുന്നത്. അപ്പോൾ റെയിൻ ക്ലൗഡ്സ് എങ്ങനെയാ? അത് ചിതറി, സ്കാറ്റേർഡ്. സ്കൈയില് സ്കാറ്റേർഡ് അക്രോസ് ദ സ്കൈ. ദേ ആർ മൂവിങ്. നീങ്ങുന്നു, മൂവിങ്. ചിതറി, സ്കാറ്ററിങ് അക്രോസ് ദ സ്കൈ. വെള്ളിതൻ നേർത്ത കമ്പികൾ പോലെ. വെള്ളി എന്ന് പറഞ്ഞ സിൽവർ. അതിന്റെ കമ്പി പോലെയാണ് റെയിൻ ഇങ്ങനെ ഇങ്ങനെ ഡ്രോപ്സ് ഫോൾ ഡൗൺ ചെയ്യുന്നതാണ്. റെയിൻ ചെയ്യുന്നത് എങ്ങനെയാ? ലൈക്ക് തിൻ വയേഴ്സ്. തിൻ വയേഴ്സ് ഓഫ് സിൽവർ. അപ്പൊ അതിന്റെ കളർ ഒരു സിൽവർ ലൈൻസ് പോലെയാണ് റെയിൻ ഇങ്ങനെ ഫോൾ ചെയ്യുന്നത്. മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു. അപ്പൊ മഴ എങ്ങനെ പൊഴിയുന്നത്? പതുക്കെ പതുക്കെ, സ്ലോലി സ്ലോലിയാണ് മഴ പെയ്യുന്നത്. മഴ എങ്ങനെയാ പെയ്യുന്നത്? സ്ലോലി സ്ലോലി. റെയിൻ ഈസ് ഫോളിങ് ഓർ വിസിലിംഗ്. മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു. താഴെ വീഴാലാകൃതി മാറും. അപ്പൊ വെള്ളത്തിന്റെ റെയിൻ ഡ്രോപ്സിന്റെ ഷേപ്പ്, ആകൃതി എന്ന് പറഞ്ഞ ഷേപ്പ്. താഴെ വീഴുമ്പോ എന്താ പറ്റുന്നേ? ഈ ഒരു ഷേപ്പ് ആണോ താഴെ വീഴുമ്പോ? വെള്ളത്തിന്റെ ഷേപ്പ് മാറും. താഴെ വീഴുമ്പോൾ അതിന്റെ രൂപം മാറും, ആകൃതി മാറും. കാർമുകിലിൻ നുറുങ്ങൾ പോലെ. ഇപ്പോ കറുത്ത മേഘങ്ങളുടെ ചെറിയ കഷ്ണങ്ങൾ പോലെ ചേറിളക്കം വയലിലെമ്പാടും. അപ്പോ അപ്പോ ഈ മഴത്തുള്ളി ഇങ്ങനെ പാടത്ത്, പാഡി ഫീൽഡ്സിൽ ഇങ്ങനെ വരുമ്പോ അവിടെ എന്താ? ചെളി ഇങ്ങനെ ഇളകിയിരിക്കുക. നിറഞ്ഞ വയലുകളില്, ചെളി നിറഞ്ഞ വയലുകളില് ആരാ? ഞാറ് നട്ടു നിൽക്കുന്നു പെണ്ണാളുകൾ. അപ്പൊ ഇങ്ങനെ ഈ ക്ലൗഡ്സ് പോലെ ഇങ്ങനെ സ്കാറ്റേർഡ്. ഈ നമ്മളുടെ ആദ്യം നമ്മൾ കണ്ടു, വാരിധങ്ങൾ ചിതറി നീങ്ങുന്നു. സ്കൈയുടെ വാരിധങ്ങൾ ചിതറി നീങ്ങുന്നു എന്ന് കണ്ടു. കാർമേഘങ്ങൾ ഇങ്ങനെ ചിതറി, സ്കാറ്റേർഡ് ആയിട്ട് നീങ്ങുന്നു. അതുപോലെയാണ് ഈ പാടത്ത്, നിറഞ്ഞ പാടത്ത് ഈ കാർ ഈ ക്ലൗഡ്സ് സ്കാറ്റേർഡ് ആയിട്ട്, ക്ലൗഡ്സിന്റെ കുഞ്ഞു കഷ്ണങ്ങൾ പോലെ ഇങ്ങനെ ചെളി നിറഞ്ഞ പാടത്ത് ആര് വർക്ക് ചെയ്യുന്നേ? ഈ പെണ്ണാളുകൾ, സ്ത്രീകള് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാണ്. ലേഡീസ്, വുമൻ ആ പാടത്ത്, ചെളി നിറഞ്ഞ പാടത്ത് വർക്ക് ചെയ്യാണ്. ചേണിലുള്ളൊരു കുളിർ കാലയാണോ? ആ മനോഹരമായ കുളിർമ കാരണമാണോ? Is it because of the beautiful cool feeling? കുളിർമ എന്ന് പറഞ്ഞാൽ കൂൾ ഫീലിംഗ്. അപ്പൊ മഴ പെയ്യുമ്പോൾ നമുക്കൊരു തണുപ്പ് കിട്ടും. ക്ഷീണമുള്ളത് മാറ്റുവാനാണോ? ജോലി ചെയ്തുകൊണ്ടുള്ള, ഇപ്പൊ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണം വരും. അത് മാറ്റാനാണോ അവരെന്താ ചെയ്യുന്നത്? ഒത്തുചേർന്നവർ തങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് അവിടെ ഇങ്ങനെ ഇങ്ങനെ കൂടി ഇങ്ങനെ പാടത്ത് പണിയണവരെന്താ? നല്ലൊരു മഴച്ചാറ്റിലും മനോഹരമായ നാടൻ പാട്ടുകൾ പാടുന്നു. തേൻമൊഴിപ്പാട്ടു പാടുന്നു. തേൻമൊഴി, സ്വീറ്റ് ആസ് ഹണി. തേൻമൊഴിപ്പാട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെയുള്ള പാട്ടുകളാ പാടുന്നത്? ദേ ആർ സിംഗിങ് എ തേൻമൊഴി, സ്വീറ്റ് ആയിട്ടുള്ള മൊഴിപ്പാട്ട്. തേൻമൊഴിപ്പാട്ട് പാടുന്നു. അവരെങ്ങനത്തെ പാട്ടാ പാടുന്നത്? അവിടെ ഇങ്ങനെ ഒത്തുചേർന്നവർ, അവര് പാടത്ത് പണിയെടുക്കുന്നവര് ഇങ്ങനെ
പാടത്ത് പണിയെടുക്കുന്നവർക്ക് തണുപ്പ് മാറ്റാനും മഴ പെയ്യുമ്പോഴുള്ള തണുപ്പ് മാറ്റാനും പിന്നെ ഇത്രയും നേരം ജോലി ചെയ്ത ക്ഷീണം മാറ്റാനും അവരെന്താ ചെയ്തേ? ഒത്തുകൂടിയിരുന്നവര് ഒത്തുചേർന്നവർ അവര് എന്ത് പാട്ടാ പാടുന്നെ? തേൻമൊഴി പാട്ട് പാടുന്നു. നല്ലൊരു മഴച്ചാറ്റലും കാറ്റും. അപ്പൊ അവിടെ മനോഹരമായ എന്താ കാറ്റ് വരുന്നുണ്ട്. ആ റെയിൻ ഡ്രോപ്സ് ഇങ്ങനെ സ്ലോലിയാണ് മെല്ലെ മെല്ലെയാണ് റെയിൻ ഡ്രോപ്സ് താഴോട്ട് വീഴുന്നത്. മഴച്ചാറ്റൽ എന്നാണ് അതിനെ പറയുന്നത്. മഴച്ചാറ്റൽ എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള റെയിൻഫോൾ ഇല്ല. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ചെറിയൊരു റെയിനെയാണ് മഴച്ചാറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാറ്റും നല്ല കാറ്റും ഉള്ളിനുള്ളിൽ നിന്നോളി നീ പാടും. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒഴുകി വരുന്നു ഈ പാട്ട്. അപ്പൊ അങ്ങനെ അങ്ങനെയുള്ളപ്പോ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പാട്ട് ഒഴുകി വരുവാണെന്നാണ്. അപ്പൊ അത് എങ്ങനെയാ? വിടരാൻ പോകുന്ന പൂവിന്റെ കൂട്ടാണെന്നാണ് കവി പറയുന്നത്. വിടരാൻ പോകുന്ന പൂവിന്റെ കൂട്ട്. സ്വപ്നവും ചേർന്ന് വിടരാൻ പോകുന്ന പൂവിന്റെ കൂട്ട് സ്വപ്നവും ചേർന്ന ഈ അവസ്ഥ എത്ര മനോഹരമാണ്. അപ്പൊ ഒരു പൂ ഈ കാറ്റും ചെറിയ റെയിൻ ഡ്രോപ്സും കാറ്റും നമ്മൾ വിടരാൻ പോകുന്ന പൂവിന്റെ കൂട്ട് അതിന്റെ സ്വപ്നവും ചേർന്ന ഈ അവസ്ഥ നല്ല മനോഹരമാണെന്നാണ് കവി പറയുന്നത്. ഇനി നമുക്ക് അർത്ഥം പഠിക്കാം. വാരിതം. വാരിതം എന്ന് പറഞ്ഞാൽ ക്ലൗഡ്. മേഘം. ചേണ്. അഴക്. ചേറ്. ചെളി. ചേറ്. ചെളി. ഇനി ഇത് പഠിച്ചിട്ട് കാണാതെ എഴുതാം. എഴുതിയിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കാം. വാരിതം, മേഘം, ചേണ്, അഴക്, ചേറ്, ചെളി. അർത്ഥവ്യത്യാസം. മിഴി കണ്ണ്, മൊഴി വാക്ക്. പഠിച്ചു കഴിയുമ്പോൾ കാണാതെ എഴുതി നോക്കാം. പോസ് ചെയ്യുക, കാണാതെ എഴുതുക. ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അടുത്തത് വിപരീതം. ദൂരെ, ചാരെ. ദൂരെ എന്ന് പറഞ്ഞാൽ ഫാർ, ചാരെ നിയർ. പഠിച്ചെങ്കിൽ കാണാതെ എഴുതി നോക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. കാണാതെ എഴുതി നോക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് എഴുതി പഠിക്കുക. കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. പര്യായ പദങ്ങൾ. വയൽ, പാടം, കേദാരം. പാഡി ഫീൽഡ്, മെഡോ. വയൽ എന്ന് പറഞ്ഞാൽ പാഡി ഫീൽഡ്, പാടം, കേദാരം, മെഡോ. തേൻ, മധു, മരന്തം. സ്വപ്നം, കനവ്, കിനാവ്. പഠിച്ചു കഴിഞ്ഞെങ്കിൽ കാണാതെ എഴുതി നോക്കാം. കറക്റ്റ് ആണോ എന്ന് കാണാതെ എഴുതി നോക്കാം. കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. കറക്റ്റ് ചെയ്യുക. തെറ്റിപ്പോയത് എഴുതി പഠിക്കാം. വിഗ്രഹാർത്ഥം. തേൻമൊഴി. തേൻ പോലുള്ള മൊഴി. ഹണി ലൈക്ക് സ്പീച്ച്. തേൻമൊഴി, തേൻ പോലുള്ള മൊഴി. ഹണി ലൈക്ക് സ്പീച്ച്. മഴച്ചാറ്റൽ, മഴയുടെ ചാറ്റൽ. കാണാതെ പഠിക്കുക. പഠിച്ചു കഴിയുമ്പോൾ കാണാതെ എഴുതി നോക്കാം. കാണാതെ എഴുതി നോക്കാം. കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. പിരിച്ചെഴുതുക. സ്വപ്നവും. സ്വപ്നം പ്ലസ് സ്വപ്നവും. മഴച്ചാറ്റൽ.
മഴ പ്ലസ് ചാറ്റ്. ചേർന്നവർ, ചേർന്ന് പ്ലസ് അവർ. കാണാതെ എഴുതി നോക്കാം. കറക്റ്റ് ആണോന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. കറക്റ്റ് ആണോന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. കാർമുകിലിൻ നുറുങ്ങുകൾ എന്ന് കവി വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? പാടത്ത് പണിയുന്ന സ്ത്രീകളെയാണ് എന്താ കാർമുകിലിൻ നുറുങ്ങുകൾ എന്ന് കവി വിശേഷിപ്പിക്കുന്നത്. ചേറിളക്കി കിടക്കുന്ന വയലിൽ നിന്ന് ഞാറ് നടുന്ന സ്ത്രീകളെയാണ്. മഴ പെയ്തപ്പോ അവിടെ ഫുള്ള് ചെളി പിടിച്ചു. അപ്പൊ ചേറ് ഇളക്കി കിടക്കുന്ന വയലിൽ, അപ്പൊ ചെളിയൊക്കെ ഇളക്കി കിടക്കുന്ന ചെളി, ചേറ്, ചേറെന്ന് പറഞ്ഞ ചെളി, ചെറി, ചെളി, ചെറി, ചേറിളക്കി, ചേറിളക്കി കിടക്കുന്ന വയലിൽ നിന്ന് ഞാറ്. ഞാറെന്ന് പറഞ്ഞാൽ ഈ റൈസിന്റെ സീഡ്ലിങ്ങിനെയാണ് ഈ ഞാറെന്ന് പറയുന്നത്. അത് നമുക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും. സ്ത്രീകളെയാണ് കാർമുകിൽ നുറുങ്ങുകൾ എന്ന് പറയുന്നത്. ഞാറ് നടുന്ന പെണ്ണാളുകൾ തേൻമൊഴിപ്പാട്ട് പാടുന്നത് എന്തുകൊണ്ടാവാം എന്നാണ് കവി സംശയിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സ് കുളിർപ്പിക്കാനാണോ? അവരുടെ മനസ്സ് കുളിർപ്പിക്കാനാണോ? അതോ പണി ചെയ്യുമ്പോഴുള്ള ക്ഷീണം മാറ്റാനാണോ? എന്തിനാണ് അവര് പാട്ട് പാടുന്നത്? അവരുടെ മനസ്സ് കുളിർപ്പിക്കാനാണോ? മനസ്സ് കുളിർപ്പിക്കാനാണോ? അതോ പണി ചെയ്യുമ്പോഴുള്ള ക്ഷീണം മാറ്റാനാണോ? ഇത് പഠിച്ചു കഴിയുമ്പോൾ കാണാതെ എഴുതി നോക്കാം. കാണാതെ എഴുതി നോക്കാം. കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ആൻസറും കാണാതെ എഴുതി നോക്കാം. ആൻസർ കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്യാം. ആൻസർ കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്യാം.